കൂടിയതിന്റെ പേരിൽ അടിക്കുന്ന പുരുഷന്മാർ, എന്റെ ഈമാനുള്ള കൂട്ടുകാരെ, നമ്മുടെ മനസ്സിലുള്ള ചിന്ത എന്താണ്? ആ പെണ്ണ് വളരെ ചെറുതാണ്, ആ പെണ്ണിനെ എന്തും ചെയ്യാം, ഏത് സമയത്തും മടിക്കാം എന്നല്ലേ നമ്മുടെ മനസ്സിലുള്ളത്. ആ പെണ്ണിന് ഇസ്ലാം കൊടുത്ത പവറ് നാമൊന്ന് വായിക്കുമ്പോ നമ്മുടെ മനസ്സ് പൊട്ടില്ലേ? പടച്ചവരെ, ഞാൻ എന്റെ ഭാര്യയെ എത്ര ചീത്ത പറഞ്ഞിട്ടുണ്ടോ, ഞാനവിടെ കൈയൊന്ന് പിടിച്ച് പൊരുത്തപ്പെടിക്കണം. ഞാൻ എന്റെ ഭാര്യയെ എത്ര പ്രാവശ്യം മടിച്ചിട്ടുണ്ടോ, അവിടെ കൈയൊന്ന് പിടിച്ച് പൊരുത്തപ്പെടിക്കണം. നാളെ എന്റെ റബ്ബിന്റെ കോടതിയിൽ എനിക്ക് രക്ഷ വേണോ? മലക്കുകളെ, നരകത്തിലേക്ക് വലിച്ചെറിയണം ഈ മനുഷ്യരെ. ഒരു തുള്ളി വെള്ളം കൊടുത്തു പോകണ്ട, ചോദിക്കുന്ന സമയത്ത് കൊടുത്തു പോകണ്ട എന്ന് പറയുന്ന രംഗം. ആ സമയത്ത് എന്റെ ഭാര്യ എനിക്ക് കേടായി സാക്ഷി നിൽക്കുമ്പോ ഞാൻ എത്രമാത്രം ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് എന്റെ ഭാര്യയുടെ കൈപ്പിടിച്ച് ഞാനൊന്ന് പൊരുത്തപ്പെടിക്കട്ടെ. ഭർത്താവണമെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ അഹങ്കരിച്ചിരിക്കാനൊന്നും പറ്റില്ല. അള്ളാഹു നമ്മ വെറുതെ വിടുന്നില്ല. ഭാര്യമാരോട് പൊരുത്തപ്പെടിക്കേണ്ടത് നമ്മൾ പൊരുത്തപ്പെടിക്കണം. നമ്മുടെ രാജ്യത്തൊക്കെ ഇന്ന് പടർന്നു പിടിച്ച നമ്മുടെ ഈ പരിസരം എനിക്കറിയില്ല, അല്ലെങ്കിൽ ഞാൻ മറ്റു രാജ്യങ്ങളെ കുറിച്ചാണ്, എത്യോപ്യയിലുള്ള കഥകളെ കുറിച്ചാ പറയുമെന്ന് വിചാരിച്ചാൽ മറ്റു രാജ്യങ്ങളെ കുറിച്ചാണെന്ന് നമ്മളിങ്ങനെ വിചാരിക്കുക. ഭാര്യമാരെ അടിക്കുന്ന ഭക്ഷണത്തിൽ മുടി കണ്ടതിന്റെ പേരിൽ അടിക്കുന്ന, സുബ്ഹാനല്ലാഹ്. ഇന്നലെ നമ്മുടെ മുൻ SSFന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ബഹുമാനപ്പെട്ട എന്റെ സുഹൃത്ത് സുദീപ് സഖാഫി ഞങ്ങളൊരു സ്ഥലത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു വലിയ അനുഭവം പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു, നാളെ ആ ഉസ്താദിന്റെ അടുത്ത് ശൈഖനയുടെ അരികിലേക്ക് ബാഗിന്റെ മുന്നിൽ എനിക്ക് വിഷയമാണ്. ഞാൻ തമാശക്കാണ് പറഞ്ഞു. എന്നോട് എന്റെ സുഹൃത്ത് പറയാം, ഒരു ഭാര്യയെ ഭർത്താവ് അടിച്ചിട്ട് അവസാനം ആ പെണ്ണ് കിടന്ന് കണ്ണീരൊടുക്കുക, പൊട്ടിക്കരഞ്ഞപ്പോ അയൽപ്പക്കത്തുള്ള ഒരു കോടി വന്നു. അദ്ദേഹം പറയാ, ഒരു അനുഭവമായിക്കൊണ്ട് തന്നെ എന്നോട് ആ സുഹൃത്ത് പറഞ്ഞു. അതെന്താണ് സംഭവം? ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിയെ സ്കൂളിൽ കൊണ്ടുപോകാൻ ബസ് വന്നില്ല. പിന്നൊരു കുട്ടിയുണ്ട്, അത് നടക്കേണ്ട പ്രായമായിട്ടില്ല. അത് രാവിലെ എഴുന്നപ്പോഴേക്കും കരച്ചിലുണ്ട്, 7 മണി വരെ കരച്ചിൽ. ഈ കുട്ടിയെ തോളിലേക്ക് നടത്തിയാണ് ഈ ഉമ്മ. നിലത്ത് വെക്കാൻ വയ്യ, ആരും നോക്കാനില്ല, നിലത്ത് വെക്കാൻ വയ്യ. പക്ഷെ ഈ കുട്ടിക്ക് ചായ ഉണ്ടാക്കണം, ഭർത്താവിന് ചായ ഉണ്ടാക്കണം, എല്ലാം ചെയ്യണം. അപ്പോഴാണ് ബസ് വന്നു. പെട്ടെന്ന് ഈ കുട്ടിയെ മൂത്ത മകൻ എന്ന് പറയുമ്പോ ചെറിയ വയസ്സേ ഉള്ളൂ, ആ കുട്ടിയെ ആ ബസ്സിൽ കൊണ്ടുപോയി. അപ്പോൾ ഈ കുട്ടി കിടന്ന്, ചെറിയ കുട്ടി, ഇപ്പൊ പ്രസവിച്ചു വീണ കുട്ടി വല്ലാത്ത കരച്ചില, അത് കരച്ചിലാണ്. അപ്പൊ അതിന് പൊക്കിക്കൊണ്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഒരു കൈ കൊണ്ടാണ് ഈ പെണ്ണെല്ലാം ചെയ്യുന്നത്. പക്ഷേ ഭർത്താവ് കുളിക്കാൻ വേണ്ടി ബാത്റൂമിലേക്ക് പോയി. അപ്പൊ അവിടെ ചുടുവെള്ളം കാണുന്നില്ല. അത് എടുത്തു വെക്കാൻ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് എടുത്തു വെക്കാൻ ഈ പെണ്ണിന് സമയം കിട്ടിയില്ല. ഈ മകനെ ഭക്ഷണം കൊടുത്ത് സ്കൂളിലേക്ക് വിടുന്ന ആ തിരക്കായതുകൊണ്ട്. പക്ഷേ ആ മനുഷ്യൻ ബാത്റൂമിൽ നിന്ന് വന്നിട്ട് ഈ കുട്ടിയെയും എടുത്ത് ചെറിയ കുഞ്ഞിനെയും പിടിച്ചിരിക്കുന്ന ഭാര്യ തലക്കടിച്ചു. ഈ പെണ്ണങ്ങ് വീണിട്ട് നിലവിളിക്കുകയാണ്. ആ സമയത്ത് ശക്തിയായി അടിച്ചു. എന്താണ് ഈ പെണ്ണ് ചെയ്തത്? ആ പെൺകുട്ടി ഒരു മകനെ, ആ മകന് ചായ ഉണ്ടാക്കി കൊടുത്ത് യാത്ര ആക്കുകയാണ്, പഠിക്കാൻ വേണ്ടി വിടുന്നത്. അപ്പോഴേക്ക് ചോരക്കുഞ്ഞിന് ഒന്ന് എവിടെയും കടത്താനും മറ്റൊന്നും പറ്റുന്നില്ല, കരച്ചിലൂടെ കരച്ചില്ല. പക്ഷെ അപ്പോഴേക്കും ഭാര്യ അടിച്ചുപോയി. അല്ലാഹുവിന്റെ ഹബീബ് മാപ്പ് കൊടുക്കൂ. ഓ മുസ്ലിമീങ്ങളെ, ഈ പെണ്ണ് പാവമല്ലേ, സാധുവായ പെണ്ണ്. ആ പെണ്ണിനെ അടിച്ചുകൊള്ളുന്ന ഭർത്താവ് പക്ഷേ നന്ദി കെട്ടവനാണ്, ശുക്ർ കാണിക്കാത്തവനാണ്. റഹ്മാനായ റബ്ബ് അങ്ങനെയുള്ള ഭർത്താക്കന്മാരെ വെറുതെ വിടുമോ? കണ്ടോ ഇസ്ലാം പഠിപ്പിക്കുന്നത്? അൽ ഉദ്മു വല്ലഹ്മു കഅദത്തുൽ ബലദ് വയുഖ്തിമൂറ ഫിഅത്തുൽ ഖദരി അഹദ് ലഹാ സിമാറുൻ വഖമീസും വലിബാസ് ബിഹസബി ആദത്തിൻ വഫി സൈഫി മദാ.
സുബ്ഹാനല്ലാഹ്. ആരാണ് ഭാര്യമാർക്ക് ഭക്ഷണം കൊടുക്കേണ്ടത്? ഞാനിപ്പോ പറയുമ്പോ എന്റെ വിട്ടുനിന്ന് കേൾക്കുന്ന എന്റെ യുവാക്കൾ, എന്റെ ജ്യേഷ്ഠ സഹോദരങ്ങളെ, ഞാനങ്ങ് പറയട്ടെ, നിങ്ങൾക്കൊരു വെറുപ്പുണ്ടായി പോകരുത്. ആരാണ് ഭക്ഷണം ഉണ്ടാക്കേണ്ടത്? നമ്മുടെ നാട്ടിലൊക്കെ ഈ വാല് കേൾക്കുന്ന നിങ്ങളിങ്ങനെ വിലയിരുത്താൻ, നമുക്ക് ഭാര്യയാണോ ഭക്ഷണം ഉണ്ടാക്കി തരേണ്ടത്, നമ്മൾ അവർക്കാണോ? സുബ്ഹാനല്ലാഹ്. ഞാനിപ്പോ ഇത് പറയുമ്പോ ചിലപ്പോ നമ്മുടെ അല്ലെങ്കിൽ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരൊക്കെ നമ്മുടെ ഭാര്യമാരൊക്കെ ഉണ്ടെങ്കിൽ നാളെ തുള്ളി വെള്ളം കിട്ടില്ല, ഒരു തുള്ളി വെള്ളം കിട്ടുമല്ലെന്ന് നോക്കേണ്ടി വരും. കാരണം ആരാ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ടത്? ഭാര്യമാർ. ചെലവെടുക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് മഹറും ചെലവും കൊടുക്കാൻ കഴിയോ? എങ്കിൽ കല്യാണം കഴിച്ചോ. കഴിയൂലെ, നോമ്പ് പിടിച്ച് നടന്നു. എങ്ങനെയാണ് ചെലവെടുക്കൽ? നമ്മളൊക്കെ കടയിൽ പോയി കുറച്ച് അരി വാങ്ങിക്കൊണ്ടുവന്ന് കുറച്ച് ഇറച്ചിയും കൊണ്ടുവന്ന് ഭാര്യയുടെ മുന്നിലെങ്കിൽ വെച്ചാൽ മതിയോ? പോരാ. ഇത് ഞാനിപ്പോ ഒന്ന് പറയട്ടെ. കുറച്ച് അരി വാങ്ങിക്കൊണ്ടുവന്ന് ഭാര്യയുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തത് കൊണ്ട് കടമ തീരോ? ഒരിക്കലും പറ്റില്ല. ആരാണ് ഭക്ഷണം ചോറ് വെച്ചു കൊടുക്കേണ്ടത്? സുബ്ഹാനല്ലാഹ്. ഭാര്യമാർക്ക് അടുക്കളയിൽ പോയി ഭക്ഷണം പാകം ചെയ്ത് വേദിച്ച് ഭാര്യയുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുക്കേണ്ട ചുമതല ഭർത്താക്കന്മാർക്കാണ്. പഠിത്ത പറയുന്നത് മൈക്രോഫോൺ നമ്മുടെ കടമയാണ്. ഭാര്യമാരുടെ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ടത്. നഊദുബില്ല, ഒരു പെണ്ണ് ഉണ്ടാക്കി നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന ഭക്ഷണത്തിൽ ഒരു മുടി കണ്ടതിന്റെ പേരിൽ അടിക്കുന്ന എത്രയോ. അതുപോലെ തന്നെ ഒരു കുട്ടി വീണാല് അടി പെണ്ണില്ല. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ രാധത്തും. അഥവാ ഒരിക്കൽ കുട്ടി കരഞ്ഞില്ലെങ്കിൽ എന്റെ പെണ്ണ് കുട്ടി കരയാഞ്ഞത്, അടി അതിനും പെണ്ണില്ല. എല്ലാത്തിനും സ്ത്രീകൾ അടിക്കുന്ന ചില പുരുഷന്മാരൊക്കെ ഉണ്ട്, ചില ആളുകളൊക്കെ ഉണ്ട്. എല്ലാ വിഷയത്തിലും സ്ത്രീകൾ അടിക്കുക. ഇസ്ലാം പഠിപ്പിക്കുന്നത് കണ്ടോ? ഭാര്യമാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം പുരുഷന്മാരെ. വെറും ഭക്ഷണം മാത്രം മതിയോ? ചോറ് മാത്രം വെച്ചു കൊടുത്താൽ മതിയോ? അതിലേക്കുള്ള കറി നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് അവർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അവര് പറയാ, നമ്മള് ആ പെണ്ണിന് കോഴിക്കോട് അങ്ങാടിയിലേക്കൊക്കെ വരത്താൻ, അതിന് നടക്കാൻ, ചുറ്റി നടക്കാൻ, പോകാൻ വേണ്ടിയുള്ള പണ്ടത്തെ പോലെയും നല്ലല്ലോ. പണ്ട് കാലത്തൊക്കെ സുബ്ഹാനല്ലാഹ്, ഞാനിങ്ങനെ ഓർക്കുന്നു, ഞാൻ ബഹുമാനപ്പെട്ട വന്നരായ ഉസ്താദിനെ എത്തിക്കൊണ്ട് ഓർമ്മപ്പെടുത്തുന്നത്, ഉസ്താദുമാര് പറയുന്നത് കേട്ട വിവരമായി ഞങ്ങൾ പറയുകയാണ്. ഒരു 10-15 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാടുകളിലൊക്കെ ഒരു പെണ്ണ് ടൗണിലേക്ക് അല്ലെങ്കിൽ അങ്ങാടിയിലേക്ക് അങ്ങ് പോകുന്നത് കല്യാണം കഴിഞ്ഞു പോയ അല്ലെങ്കിൽ കല്യാണം കഴിച്ചു പോയ പുരുഷന്മാർ സ്ത്രീകളങ്ങ് പറഞ്ഞു വിടുന്നത് വളരെ ചുരുക്കമായിരുന്നു. നിങ്ങൾക്കറിയില്ലേ? ഞാനിങ്ങനെ ഓർക്കുന്നു, ഒരു ഹാജിയാരുടെ കയ്യിൽ ഒരു നൂല് പിടിച്ചു നിൽക്കുമ്പോ, എന്താണ് ഹാജിയാരെ നിങ്ങളുടെ കയ്യിലൊരു നൂല്? എന്താണ് നിങ്ങളുടെ കയ്യിലെ നൂല്? വലിയൊരു വീട്ടേക്ക് ഒരു ചെരുപ്പ് വേണം, നൂല് കൊണ്ട് അളവെടുത്ത് അങ്ങാടി പോവുകയാണ്. ഒരു ഭർത്താവ് പറയാ ഭാര്യയ്ക്കൊരു ചെരുപ്പ് വേണം, നൂല് കൊണ്ട് അളവെടുത്തിട്ട് അങ്ങാടി പോവുകയാണ്. സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ ആരെങ്കിലും ഒരു നൂറ് കൊണ്ട് ഭാര്യയുടെ കാലളക്കാൻ പോയാൽ അവളങ്ങ് പുഞ്ചിരിക്കും. എന്തെന്ന് ചിരിക്കുന്നത്? എന്തേ ചിരിക്കുന്നത്? ഒന്നുമല്ല, അല്ലാഹു എനിക്ക് നൽകിയ ഒരു പൊട്ടനെ ഓർത്ത് ഞാൻ ചിരിക്കുകയാണ്. ഇത് പറയോ പറയൂ. ഒരു 10 കൊല്ലം മുമ്പ് ഭാര്യയുടെ കാല് ചെരുപ്പെടുത്തു കൊടുക്കാൻ വേണ്ടി നൂല് കൊണ്ട് അളവെടുത്ത് പോകുന്നു. സുബ്ഹാനല്ലാഹ്. ഭാര്യമാർ നമ്മുടെ രാജ്യത്ത് ഭാര്യ എന്ന് പറയും. ഇവിടെ മംഗലാപുരം ഭാഗത്ത് പോയാല് ഭാര്യയ്ക്ക് തീർച്ചയായും അല്ലോ വല്ലാത്തൊരവസ്ഥ. കഴിഞ്ഞ റമദാന് മുമ്പ് മംഗലാപുരം ഭാഗത്തൊരു ഭാര്യ, അപ്പൊ ഞങ്ങൾ ദ്വാരം വെച്ച് ഭർത്തവനെ പ്രസവിക്കാനെടുത്ത ഭാര്യമാർക്ക് സുഖപ്രസവം കൊടുക്കല്ലോ. അതെല്ലാവരും ചിരിക്കും. അപ്പൊ ഞാൻ അവിടെ ഇരിക്കുന്നത് ഉസ്താദോട് സന്ദേശം എല്ലാവരും ചിരിക്കുന്നത്.
അപ്പൊ ആ ഉസ്താദ് ഇവിടെ ഭാര്യ നേരെ പഞ്ചായത്തിന്റെ നേരാണ്. അത് ഞങ്ങൾക്ക് ഭാര്യക്കുണ്ടോ ഇവിടെ തീർച്ചയായി ഞാനങ്ങ് ധാരണത്തില് തീർച്ചയായികൾക്ക് സുഖപ്രസവം കൊടുക്കല്ല. ഒരു 10 കിട്ടിയ ചാൻസ് നമ്മുടെ നാട്ടിൽ തീർച്ചയായി നിൽക്കാൻ പറ്റൂല. കുറെ തീർച്ചയായി ഇവിടെ വിളിക്കാൻ പോയിരുന്നു തങ്ങള് ഓരോ നാട്ടിലെത്തില്ല. ഇപ്പൊ നമ്മളിവിടെ അമ്മായിമ്മ, കൊല്ലം ഭാഗത്ത് പോയ മാമി, ഓരോ സ്ഥലത്തും ഓരോ പേര്. മൂപ്പര് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു ബഹുമാനവാക്ക. ആലപ്പുഴ ഭാഗം മൂപ്പര് നിറ തിരിഞ്ഞു വരുന്ന ആൾക്കാർ. നോക്കി നിങ്ങൾ രാജ്യത്തുള്ള സ്ഥിതികൾ ഇരിക്കട്ടെ. ഞാൻ പറയുന്നത് 100 കൊണ്ട് അളവെടുത്തിട്ട് അങ്ങാടിയിലേക്ക് പോവുകയാണ്. ഇന്നോ സുബ്ഹാനല്ലാഹ് ഇരിക്കട്ടെ, ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെണ്ണ് ഭർത്താവിന്റെ മുന്നിലൂടെ നടക്കൂ. ഇനി അഥവാ ടൗണിലൊക്കെ പോകേണ്ടി വന്നാൽ തന്നെ അങ്ങ് നടക്കുമെന്ന് പറഞ്ഞാൽ മലപ്പുറം ഭാഷയിലൊക്കെ പറയും ഇന്ന് നടക്കും. മനസ്സിലായി എന്നർത്ഥം ഒരു ലജ്ജ. ഇപ്പഴോ നമ്മൾ ഡ്രസ് മാറ്റിട്ട് എവിടെ അവള് അതാ പോണം, നമ്മൾ ഓടണം, നമ്മുടെ പിന്നിൽ ഓടണം. എന്നാലും നമുക്കൊക്കെ സഹിക്കാം. എന്റെ ചെറുപ്പക്കാരെ ഈ കാലഘട്ടത്തെ കുറിച്ച് പറയാ, എന്നാലും സഹിക്കാം. അവരൊക്കെ മുന്നിൽ ഒരു ബാഗും തോളിട്ട് നല്ല ആവേശത്തോടെ നടക്കുമ്പോ നമ്മളൊരു കുട്ടിയും പിടിച്ച് ഇങ്ങനെ ബാക്കിൽ നടക്കും. അവര് മുന്നിൽ നമ്മൾ ബാഗ്, അവരെ കയ്യിൽ ബാഗ്, നമ്മളെ കയ്യിൽ കുട്ടിയാണ്. ഇതിലും വലിയൊരു അവസ്ഥ. എന്നിട്ട് ഞാൻ നല്ല ചെന്നിട്ട് 5 രൂപ, ഒരു 10 രൂപ. പണ്ടൊക്കെ ഭാര്യ അങ്ങോട്ട് ചോദിച്ചത് 10 രൂപ മീൻ വാങ്ങാൻ, ഒരു വള. ഇപ്പൊ നമ്മളടുത്തത് 10 രൂപ, ഒരു 10 രൂപ. സുബ്ഹാനല്ലാഹ് ഇരിക്കട്ടെ. ഞാൻ പറയുന്നത് ഭാര്യമാർ, ഞാൻ അങ്ങോട്ട് പറഞ്ഞു കിടക്കുന്നില്ല, ഭാര്യമാരുടെ വസ്ത്രം ഭാര്യമാർക്ക് അവിടെ വസ്ത്രം വരക്കണം, അവിടെ വസ്ത്രം വരക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ അലക്കിക്കൊടുക്കണം. പറ്റൂലേ? അതിന് ശമ്പളം കൊടുത്ത ഒരാളെ നിർത്തണം. ഒരാളെ നമ്മൾ നിർത്തണം. ആളെ നിർത്തിയോ? നമ്മളൊരു വേലക്കാരിയെ നിർത്തി. ഭാര്യയുടെ വസ്ത്രം, അവൾക്ക് ചായ ഉണ്ടാക്കുന്നു, അവൾക്ക് ഭക്ഷണം ഉണ്ടാക്കും, എല്ലാം കൊടുക്കുന്നു. പക്ഷെ നമ്മളൊരു ചായ ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞാല് ആ ഹാദിമത്തുണ്ടല്ലോ വേലക്കാരി, അവൾക്കൊരു ഗ്ലാസ് ചായ ഉണ്ടാക്കിത്തരൽ, നമുക്കുണ്ടാക്കിത്തരൽ കടമയില്ല. ഇന്നൊക്കെ നിർത്തുന്നത് രണ്ടും കൂടി ആ നിയമപ്രകാരം അത് പറഞ്ഞിട്ടാ നിർത്തുന്നത്. പക്ഷെ അങ്ങനെ നിയമം പോലുമില്ല. സുബ്ഹാനല്ലാഹ്. അത് പറയുമ്പോ ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നത്, ഭാര്യമാരെ അടിക്കുന്ന, ഭാര്യമാരെ ചീത്ത പറയുന്ന, ഭാര്യമാരെ കാര്യമില്ലാതെ വല്ലാതെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ, എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരെ, അവരെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, യാ റസൂലല്ലാഹ് ഖാൽ ഖുൽതു യാ റസൂലല്ലാഹ് മാ